ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ വിവിധ ജില്ലകളിലായി 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ 55 റാങ്കുകൾ നേടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ റാങ്കുകൾ കരസ്ഥമാക്കിയ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് വീണ്ടും ചരിത്രം ആവർത്തിക്കുവാനായി ഈ വരുന്ന ജാനുവരി 10-ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആരംഭിക്കുകയാണ്. ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായി വരുന്ന കൊമേഴ്സിലെ ആദ്യത്തെ ക്ലാസ് ആണിത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായി സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കോമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന PSC പരീക്ഷകളിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെ കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായ കൊമേഴ്സിലെ ആദ്യത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൊമേഴ്സിലെ ആദ്യത്തെ മൊഡ്യൂളായ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സിലെ ആദ്യത്തെ ക്ലാസിന്റെ പാർട്ട് 1 ആണിത്. ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് മാനേജ്മെന്റ് എന്നതാണ് കേട്ടോ. എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? മാനേജ്മെന്റിനെ കുറിച്ച് പല ഡെഫിനിഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ മാനേജ്മെന്റിന്റെ പല ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, സവിശേഷതകളൊക്കെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ. ഇപ്പോ നമ്മുടെ വീട്ടില് ഒരു ബർത്ത്ഡേ പാർട്ടിയോ കല്യാണമോ പോലെയുള്ള ഒരു ഫംഗ്ഷൻ നടത്താൻ പോവാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും അല്ലെ. ഏറ്റവും ആദ്യം ഈ ഒരു ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന കുറച്ച് പേര് ഒരുമിച്ച് കൂടി വ്യക്തമായ ഒരു പ്ലാനിങ് നടത്തും. എന്നാണ് ഫംഗ്ഷൻ നടത്തേണ്ടത്, എവിടെയാണ് നടത്തേണ്ടത്, ആരൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത്, സ്റ്റേജിന്റെ കാര്യങ്ങൾ, ഫുഡിന്റെ കാര്യങ്ങൾ, സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ, മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു പ്രധാന ലക്ഷ്യത്തിന് വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുക, മുൻകൂട്ടി തീരുമാനിക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിനെ നമ്മൾ പ്ലാനിങ് എന്നാണ് പറയുക. എന്താണ് പ്ലാനിങ്? മലയാളത്തിൽ നമ്മൾ ആസൂത്രണം എന്ന് പറയും. അപ്പൊ ഏറ്റവും ആദ്യം ഈ ഒരു ഫംഗ്ഷൻ ഏറ്റവും നന്നായിട്ട് നടത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ നന്നായിട്ട് പ്ലാനിങ് നടത്തണം. ഈ ഒരു പ്ലാനിങ്ങിൽ തീരുമാനിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുക എന്നതാണ് അടുത്ത ഒരു സ്റ്റേജ്. അതിനായിട്ട് ഈ നടപ്പിലാക്കേണ്ട ഓരോ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നും അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്നും പരിശോധിച്ച് ആളുകളെ വിവിധ ഗ്രൂപ്പുകളിലാക്കിയിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണം. കുറച്ച് പേര് സ്റ്റേജിന്റെ കാര്യങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ കുറച്ച് പേര് ഫുഡിന്റെ കാര്യങ്ങൾ നോക്കൂ അല്ലെ. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കും. ഇതിനെ നമ്മൾ ഓർഗനൈസിങ് എന്നാണ് പറയുന്നത്. എന്താണ് ഓർഗനൈസിങ് അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയും. അപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓർഗനൈസിങ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഫംഗ്ഷൻ നന്നായിട്ട് നടത്താനായിട്ട് ഈ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും മാത്രം മതിയോ? ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഈ ഒരു ഫംഗ്ഷൻ നടത്തുക എന്നതാണ് അല്ലെ. അപ്പോൾ ഡ്യൂട്ടീസ് ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ജീവനക്കാരും അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഓരോരുത്തരും അവരുടെ ജോലി വളരെ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്, ഗൈഡൻസ്, മോട്ടിവേഷൻ ഒക്കെ നൽകേണ്ടതുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ ഡയറക്റ്റിംഗ് എന്നാണ് പറയുക. എന്താണ് ഡയറക്റ്റിംഗ്? അതായത് മാർഗനിർദ്ദേശം. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡ്യൂട്ടി അവർ ഏറ്റവും നന്നായിട്ട് ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക. ഇതെല്ലാം തന്നെ ഇതിനെല്ലാത്തിനും നമ്മൾ പറയുന്ന ഒരു പേരാണ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ മാർഗ നിർദ്ദേശം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ്. അപ്പൊ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസ് ചെയ്യണം, അതിനുശേഷം ഡയറക്റ്റിംഗ് ചെയ്യണം.
അപ്പൊ ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഓരോരുത്തരും അവരുടെ ജോലികൾ ചെയ്തു തുടങ്ങും അല്ലെ. അപ്പൊ ഈ ജോലികൾ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെയാണോ നടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് കൂടിയുണ്ടല്ലേ. ഇതിന് നമ്മൾ പറയുന്നത് കൺട്രോളിങ് എന്നാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ പ്ലാനിങ് പ്രകാരം തന്നെയാണോ ഈ ഓരോ ഡ്യൂട്ടീസും എല്ലാ ജീവനക്കാരും ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ അവിടെ കൺട്രോളിങ് നിയന്ത്രണങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു സ്റ്റേജിനെ നമ്മൾ കൺട്രോളിങ് എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷൻ നടന്നാൽ പോലും ആ ഒരു സമയത്ത് ആ ഒരു ഫംഗ്ഷൻ ഏറ്റവും നന്നായിട്ട് നടത്തുവാനായിട്ട് നമ്മൾ ഒരുപാട് സ്റ്റേജുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ടല്ലേ. അപ്പൊ ഈ ഒരു വലിയ പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ് മാനേജ്മെന്റ് ആണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന മാനേജ്മെന്റ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ലക്ഷ്യങ്ങളൊക്കെയും വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും നേടിയെടുക്കുവാനായിട്ട് ഒരു സ്ഥാപനം കടന്നു പോകുന്ന ഒരു വലിയ പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുക. ഇനി നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് and controlling the affairs of an organization for effective utilization of human and material resources to achieve the objectives of an enterprise. ഒരു സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ആ സ്ഥാപനത്തിലുള്ള റിസോഴ്സസ് ആയിട്ടുള്ള ജീവനക്കാരായിക്കോട്ടെ, പണമായിക്കോട്ടെ, മിഷൻസ് ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ റിസോഴ്സസും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ മാനേജ്മെന്റിൽ ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഓരോ സ്റ്റേജുകൾ, ഓരോ സ്റ്റെപ്പുകളെയും കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് പ്ലാനിങ്, അല്ലെങ്കിൽ എന്താണ് ആസൂത്രണം, എന്താണ് ഓർഗനൈസിങ്, സംഘാടനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡയറക്ടിങ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, കൺട്രോളിങ് എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ഡെഫിനിഷൻ വായിച്ചപ്പോൾ മനസ്സിലായാലും എന്താണ് മാനേജ്മെന്റ്. ഒരൊറ്റ സ്റ്റെപ്പല്ല, ഒരുപാട് സ്റ്റെപ്പുകളാണെങ്കിൽ ഒരു വലിയൊരു പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു മാനേജ്മെന്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും തന്നെയും നന്നായിട്ട് നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു മാനേജ്മെന്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ടും സാധിക്കുകയില്ല. അപ്പൊ മാനേജ്മെന്റ്, ആ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും നമ്മൾക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോസസ്സാണ് കേട്ടോ മാനേജ്മെന്റ്. മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് വായിച്ചു നോക്കാം. മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. മറ്റുള്ളവരിലൂടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ എഫക്റ്റീവായും എഫിഷ്യൻ്റായും നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ്. ഈ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണ്? ജീവനക്കാരാണ് അല്ലെ. അപ്പൊ സ്ഥാപനത്തിലെ ജീവനക്കാരിലൂടെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ വളരെ എഫക്റ്റീവായും എഫിഷ്യൻ്റായും നേടിയെടുക്കുക. എന്താണ് ഈ എഫക്റ്റീവ്ലി അതുപോലെ എഫിഷ്യൻ്റ്ലി എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം? എഫക്റ്റീവ്ലി, എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. എഫക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചാൽ നമ്മൾ പറയും ആ ഒരു ജോലി ഫലപ്രദമായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പൊ എഫക്റ്റീവ്ലി അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ, കൃത്യസമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുകയാണെങ്കിൽ, അതല്ല നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ചാൽ നമ്മൾക്ക് പറയാം ആ ഒരു ജോലി വളരെ എഫക്റ്റീവായിട്ട് നടന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫിഷ്യൻസി? കാര്യക്ഷമത എന്ന് നമ്മൾ പറയും. കുറഞ്ഞ ചിലവിൽ പരമാവധി ജോലികൾ തീർത്ത് കഴിഞ്ഞാൽ, നമ്മൾ ജോലികൾ തീർക്കുക, അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പരമാവധി ജോലികൾ തീർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാം ആ ഒരു ജോലി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ഫലപ്രാപ്തിയോടും കാര്യക്ഷമതയോടും കൂടി ആ ഒരു പ്രവർത്തികൾ ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ കാര്യക്ഷമതയോടും ഫലപ്രാപ്തിയോടും കൂടി ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
ഇപ്പൊ മാനേജ്മെന്റ് എന്താണെന്ന് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയല്ലോ. ഈ മാനേജ്മെന്റിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ഡെഫിനിഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ ഡെഫിനിഷനും കാണാതെ ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് ഞാൻ പറയില്ല. പക്ഷേ ഒരു ഡെഫിനിഷൻ വായിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അത് ആരാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ആ ഒരു ഡെഫിനിഷൻ കണ്ടാൽ അത് ആരാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡെഫിനിഷൻസ് ഓരോന്നായിട്ടൊന്ന് നോക്കി കാണേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ആളുകളിലൂടെ അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രവൃത്തിയെ നമ്മൾ അങ്ങനെ ഒരു കലയാണ് മാനേജ്മെന്റ് എന്നാണ് മേരി പാർക്കർ ഫോലെറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ അത് മേരി പാർക്കർ ഫോലെറ്റ് പറഞ്ഞ ഡെഫിനിഷൻ ആണെന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ ടു മാനേജ് ഇസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഹെൻറി ഫയറിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി കാണുക, മുൻകൂട്ടി പ്രവചിക്കുക, മുൻകൂട്ടി കാണുക, മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല രീതിയിൽ പല വ്യക്തികൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മാനേജ്മെന്റിനെ. അപ്പൊ ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് തോന്നിയാൽ ഇത്തരത്തിൽ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചേക്കാം. അതിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക എല്ലാ ഡെഫിനിഷൻസും ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് ആരാണ് പറഞ്ഞതെന്ന് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എല്ലാ ഡെഫിനിഷൻസും കുറേയൊക്കെ ഡെഫിനിഷൻസ് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ കുറേ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും കീവേഡൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന വാക്കുകളൊക്കെയുള്ള ഡെഫിനിഷൻസ് ഒക്കെയാണ് ഉള്ളത്. പത്രത്തിൽ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ പഠിക്കുക. അപ്പോൾ ഓരോ ഡെഫിനിഷൻസിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. ആ ഒരു വാക്ക് കണക്ട് ചെയ്തിട്ട് അത് ആരാണ് ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞതെന്ന് കൂടി നിങ്ങൾ പഠിക്കുക കേട്ടോ. മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ചില ഡെഫിനിഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, പീറ്റർ എഫ് ഡ്രക്കർ അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ ആണ്: മാനേജ്മെന്റ് ഈസ് എ മൾട്ടിപർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജ് ബിസിനസ് ആൻഡ് മാനേജസ് മാനേജേഴ്സ് ആൻഡ് മാനേജസ് വർക്കേഴ്സ് ആൻഡ് വർക്ക്. അപ്പൊ ഇവിടെ ഈ ഒരു ഡെഫിനേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഡെഫിനേഷൻ ആണ്. പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ഡെഫിനേഷൻസിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്ന ചില വാക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ മൾട്ടിപർപ്പസ് ഓർഗൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് അല്ലേ. അപ്പോൾ ആ ഒരു വാക്ക് വരുന്ന ഒരു ഡെഫിനിഷൻ പീറ്റർ എഫ് ഡ്രക്കറിന്റെ ഡെഫിനിഷൻ ആണെന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻസിനെ നോക്കി കാണേണ്ടത്. ഇനി FW ടൈലറിന്റെ ഒരു ഡെഫിനിഷൻ കണ്ടോ: മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് seeing that it is done in the best and cheapest way. അതും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ. ഹെറോൾഡ് കൂട്ട്സിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ: മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷൻ പോലെ സിമിലർ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. പക്ഷെ ഇവിടെ ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് എന്നുള്ളൊരു വാക്ക് അവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്ന വാക്ക് ഏതാണോ അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അത് ആരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി പഠിച്ച് വെക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക എല്ലാ ഡെഫിനിഷൻസ് ഈ ഒരു ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. ഓരോ ഡെഫിനിഷനും വായിച്ചു നോക്കുക. അത് ആരാണ് പറഞ്ഞതെന്ന് പഠിക്കുക. മാനേജ്മെന്റിനെ കുറിച്ചുള്ള 15ഓളം ഡെഫിനിഷൻസ് ആണ് നമ്മുടെ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു 10 ഡെഫിനിഷൻസ് നന്നായിട്ട് നോക്കുക കേട്ടോ. മിക്ക എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ളതും ആ ഒരു 10 ഡെഫിനിഷൻസിൽ വരുന്ന പല ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം ബാക്കിയുള്ളത് കൂടി നിങ്ങൾ ഒന്ന് നോക്കി പോവുക. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, വിച്ച് സ്കോളേഴ്സ് ഡെഫിനിഷൻ ഓൺ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഓർമ്മ ഉണ്ടാവും അല്ലെ. ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് നമ്മൾ ഒരു വാക്ക് എടുത്ത് പറഞ്ഞിരുന്നു. അതാരാണ് ഈ ഒരു ഡെഫിനിഷൻ ആരാണ് പറഞ്ഞത്? ഹാരോൾഡ് കൂൺസ് ആണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ആരാണ് പറഞ്ഞതെന്ന് കൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. കൺഫ്യൂഷൻസ് വരാതെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻസിന്റെ ഭാഗം പഠിക്കാനായിട്ട് കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ: ഡാഷ് ഹാസ് ഡിഫൈൻഡ് ദ ബേസിക് പ്രോബ്ലം ഓഫ് മാനേജിങ് ആസ് ദി ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി what you want men to do and then seeing that they do it in the best and cheapest way. ഇത് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്നു. FW ടൈലറിന്റെ ഡെഫിനിഷൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റിന്റെ
കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ സിലബസിലും എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണിത്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. വ്യക്തമായിട്ട് ഓരോ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ആ ഭാഗത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ആയിട്ടും പഠിച്ചു പോവാം. ആദ്യത്തെ ഒരു ഫീച്ചറാണ് മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. എന്താണ് മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്? മാനേജ്മെന്റ് ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രക്രിയയാണ്. ശരിയാണല്ലേ? ഏതൊരു സ്ഥാപനം എടുത്താലും അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥാപനത്തിൽ മാനേജ്മെന്റിന്റെ ആവശ്യമുള്ളത്, അല്ലെ? നമ്മൾ ഒരു കാര്യം മാനേജ് എപ്പോഴും ചെയ്തത് എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഒരു ലക്ഷ്യം നേടുവാനാണ്, അല്ലെ? ഇപ്പോൾ ഒരു ചെറുകിട വ്യാപാരിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് കൂട്ടുക, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൂട്ടുക എന്നതായിരിക്കും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിൽ മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നതായിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം. ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നതോ ഈ ഒരു എക്സാമിൽ ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കുക. അപ്പൊ നിങ്ങളും പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നില്ലേ? ടൈം മാനേജ് ചെയ്യുന്നുണ്ട്. പലരും വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, ചിലർ വീട്ടമ്മമാരുണ്ട്, അല്ലെ കുട്ടികളുള്ളവരുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സമയം മാനേജ് ചെയ്യുന്നു, പല കാര്യങ്ങളും നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ലക്ഷ്യം നേടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് ചെയ്യുക, അല്ലെ? അതേപോലെ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ പരിശ്രമത്തിൽ ആ ഒരു ലക്ഷ്യം നേടുന്നതാണ് ഈ ഒരു മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് പറയാം മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. മറ്റൊരു ഫീച്ചറാണ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ശരിയാണല്ലേ? ഒരൊറ്റ വ്യക്തിയുടെ മാത്രം പ്രവർത്തനമല്ല ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരു 20 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും വിവിധ താല്പര്യങ്ങളുള്ള, വിവിധ ആവശ്യങ്ങളുള്ള, വിവിധ ആറ്റിറ്റ്യൂഡ്സ് ഉള്ള ആളുകളായിരിക്കും, അല്ലെ? അപ്പോൾ അതിൽ തന്നെ ചിലർ നന്നായിട്ട് അവരുടെ ജോലിയിൽ പെർഫോം ചെയ്യുന്നവരുണ്ടാകാം, ചിലർ വളരെ ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കാം കാഴ്ചവെക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോമൺ ഗോളിലേക്ക്, ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് നയിക്കേണ്ടതുണ്ട്. അതാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി അല്ല, ഒരൊറ്റൊരാളുടെ മാത്രം ആക്ടിവിറ്റി അല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഇപ്പൊ ഒരു മാനേജ്മെന്റ് എന്ന ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഓരോ ജീവനക്കാരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു സ്ഥാപനത്തിന് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്, ആ ഒരു സ്ഥാപനത്തിന് വളരാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. നോക്കിക്കേ, മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി സിൻസ് ഇറ്റ് ഇൻവോൾവ്സ് managing and coordinating activities of different people as a team to attain desired objective of the organization. ഒരു ടീം വർക്ക് ആണ് ഇവിടെ വരുന്നത്, അല്ല ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഫീച്ചറാണ് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവേസീവ്. പെർവേസീവ് എന്ന് പറഞ്ഞാൽ വ്യാപകമാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് സർവ്വവ്യാപിയാണെന്നൊക്കെ പറയും. വ്യാപകമാണ്, എല്ലാവരുടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? നമ്മൾ വീടെടുത്ത് നോക്കിയാലും അവിടെ മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, തൊട്ടടുത്തുള്ള കടയിൽ പോയാലും അവിടെ ഒരു മാനേജ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ആളുകൾ കൂട്ടായിട്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സർവ്വവ്യാപിയാണെന്ന് നമുക്ക് പറയാം. എല്ലാവരുടെയും നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ മാനേജ്മെന്റ്. അതിപ്പോ ഏത് രീതിയിലുള്ള സ്ഥാപനം ആയിക്കോട്ടെ, ഇപ്പൊ സാമ്പത്തികമോ രാഷ്ട്രീയമോ സാമൂഹികമായിട്ടുള്ള ഏത് രീതിയിലുള്ള സ്ഥാപനങ്ങളായാലും മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണല്ലോ. മാനേജ്മെന്റ് പ്രവർത്തന രീതികളും കോമൺ ആയിട്ട് എല്ലാവരും ഒരേപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതിപ്പോ ഹോസ്പിറ്റൽ ആയാലും ഇപ്പൊ നമ്മൾ സ്കൂളോ കോളേജോ ആയാലും മറ്റേതെങ്കിലും ഓഫീസുകളോ സ്ഥാപനങ്ങളൊക്കെ ആയാലും അവിടെ എല്ലാം തന്നെ മാനേജ്മെന്റ് എന്ന പ്രോസസ്സ് പ്രത്യേകമായിട്ട് ആവശ്യമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നന്നായിട്ട് നടക്കുകയില്ല, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു സ്ഥാപനത്തിൽ എത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ ഇപ്പോൾ ഇത് ഇന്ത്യയിലുള്ള സ്ഥാപനമായിക്കോട്ടെ, US-ലായിക്കോട്ടെ, ജർമ്മനിയിലായിക്കോട്ടെ, ജപ്പാനിലായിക്കോട്ടെ, എവിടെ ആയാലും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നിർബന്ധമാണ്. അതില്ലാതെ നമ്മൾക്ക് ആ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ പ്രായോഗിക തലത്തിലെ മാനേജ്മെന്റിന്റെ പ്രവർത്തന ശൈലിയിൽ അതത് പ്രദേശങ്ങളുടെ ആ ഒരു ഹിസ്റ്ററി ആയിക്കോട്ടെ, അവരുടെ പാരമ്പര്യവും സംസ്കാരമൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന പല പ്രോസസ്സുകളും എല്ലാം തന്നെ എല്ലാവരും ഒരേപോലത്തെ കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇതെല്ലാം തന്നെ എല്ലാവരും ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന
ഒരേപോലത്തെ കാര്യങ്ങളാണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സർവ്വവ്യാപിയാണ് നമ്മൾ മലയാളത്തിൽ പറയും. മാനേജ്മെന്റ് ഈസ് ഓൾ പെർവേസീവ് എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാം. മാനേജ്മെന്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ. മാനേജ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നിക്സും ടൂൾസും ഒക്കെ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. ഏതൊരു സ്ഥാപനം എടുത്താലും അത് ഇവിടെ നിന്നല്ല, ഈ ഒരു ഇന്ത്യയിൽ നിന്നല്ല, ഏത് രാജ്യത്തിലുള്ള എവിടെയുള്ള ഏതൊരു ചെറിയ സ്ഥാപനമായിക്കോട്ടെ വലിയ സ്ഥാപനമായിക്കോട്ടെ, ഏത് സ്ഥാപനങ്ങളിൽ എടുത്താലും അവിടെ നമ്മൾ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സും ടൂൾസും ഒക്കെ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരുടെയും നമ്മൾക്ക് കാണാനും സാധിക്കും കേട്ടോ. മാനേജ്മെന്റ് ഈസ് ഓൾ പെർവേസീവ് എന്ന് പറയുന്നതും മറ്റൊരു ഫീച്ചറാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ. 2 പോയിന്റും എടുത്ത് പഠിക്കുക കേട്ടോ. മറ്റൊരു ഫീച്ചറാണ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ഇറ്റ് ഇൻവോൾവ്സ് മാനേജ്മെന്റ് ഓഫ് വർക്ക്, പീപ്പിൾ ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ മാത്രം മാനേജ് ചെയ്താൽ പോരാ അല്ലേ, അവരുടെ വർക്കേഴ്സിനെ മാനേജ് ചെയ്യണം, അവർ ചെയ്യുന്ന വർക്ക്, അവർ ചെയ്യുന്ന ജോലികളെ മാനേജ് ചെയ്യണം, അതുപോലെ ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന മറ്റ് ഓപ്പറേഷൻസിനെയും മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വലിയൊരു പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ, പ്രോപ്പർ ആയിട്ടുള്ള ഓർഗനൈസിങ്ങിലൂടെ, ഡയറക്റ്റിങ്ങിലൂടെ, കൺട്രോളിങ്ങിലൂടെയും ഒക്കെ ഈ ഒരു ആളുകളെ മാനേജ് ചെയ്യുക, അവർ ചെയ്യുന്ന ജോലികളെ മാനേജ് ചെയ്യുക, മറ്റ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫാക്ടറി എടുത്താൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ജോലികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക അല്ലേ. അപ്പോൾ ജീവനക്കാരുടെ ഒരു ജോലി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ രോഗികളെ പരിചരിക്കുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള അവിടെ നടക്കുന്ന ഒരു വർക്ക് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക, അത് മാനേജ് ചെയ്യുക. ഇനി ആളുകളെ, വർക്കേഴ്സിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം പല രീതിയിലുള്ള ആളുകളായിരിക്കും അല്ലേ. നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ പൊതുവായിട്ടുള്ളൊരു ലക്ഷ്യം നേടുവാനായിട്ട് അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പല സ്വഭാവങ്ങളിലുള്ള ആളുകളായിരിക്കും, പല ആവശ്യങ്ങളുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം ഓരോ മാനേജറും ആളുകളോട് പെരുമാറാനായിട്ട്. അപ്പോൾ അവർ നമ്മുടെ ഒരു ടീം മെമ്പറാണ്, ഒരു വലിയൊരു ആക്ടിവിറ്റിയാണ് നടക്കുന്നത്, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ടീമിലെ ഒരു അംഗമാണ് എന്ന ബോധത്തോടു കൂടി അവരോട് ആ ഒരു ബഹുമാനം കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അല്ലെങ്കിൽ അവർക്ക് എന്താണോ അവരുടെ കഴിവുകൾ, മാക്സിമം അവരുടെ കഴിവുകൾ നന്നായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ അവർക്ക് വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്കുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു പിന്തുണ നൽകുക. എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു വർക്കേഴ്സിന്റെ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആളുകളെ മാനേജ് ചെയ്യുക, വർക്കേഴ്സിനെ മാനേജ് ചെയ്യുക, അവരുടെ വർക്കിനെ മാനേജ് ചെയ്യുക, മറ്റ് ആക്ടിവിറ്റീസ്, മറ്റ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിന്റെ ആ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യിക്കുന്നതാണ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് പറയാം മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. ഇറ്റ് ഇൻവോൾവ്സ് മാനേജ്മെന്റ് ഓഫ് വർക്ക്, പീപ്പിൾ ആൻഡ് ഓപ്പറേഷൻസ്. മറ്റൊരു ഫീച്ചറാണ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഒരു തുടർ പ്രക്രിയയാണ്. മാനേജ്മെന്റിന് ഒരുപാട് പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, സ്റ്റാഫിംഗ് പോലെ മറ്റ് ചില സ്റ്റെപ്സ് കൂടി ഉണ്ട് കേട്ടോ. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ സ്ഥാപനത്തിലേക്ക് ഓരോ ജീവനക്കാരെയും ഹയർ ചെയ്യില്ല, റിക്രൂട്ട്മെന്റ് നടത്തില്ല, അതിനെ നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുക. അപ്പോൾ സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് പോലെയുള്ള ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് എല്ലാം തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അതായത് മാനേജ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും പോലെയുള്ള ഈ ഒരു സ്റ്റെപ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പല മാനേജേഴ്സും ഉണ്ടാവും ഒരു സ്ഥാപനത്തിൽ. ഇപ്പോൾ ഒരു മാനേജർ ചിലപ്പോൾ ഭാവിയിലുള്ള ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ചുള്ള പ്ലാനിങ്ങിലായിരിക്കും ഏർപ്പെട്ടിട്ടുണ്ടാവും ഒരു ദിവസം. അപ്പോൾ അതേ ദിവസം തന്നെ മറ്റൊരു മാനേജർ ചിലപ്പോൾ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിലായിരിക്കും അവരെ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഓരോ മാനേജേഴ്സും ഓരോ പ്രവൃത്തികളിലായിരിക്കും ഏർപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇവരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഈ പല സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നമ്മൾക്ക് പറയാം. മറ്റൊരു ഫീച്ചറാണ് മാനേജ്മെന്റ് ഈസ് ഡൈനമിക് ആൻഡ് നോട്ട് സ്റ്റാറ്റിക്. മാനേജ്മെന്റ് ഒരു ചലനാത്മക പ്രവർത്തനമാണ്. നമുക്കറിയാം ഒരു ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ. അത് ഏത് രീതിയിലായിരിക്കും, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാവും, എക്കണോമിക്കലായിട്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ എപ്പോഴും ആ ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ മാനേജ്മെന്റും മാറേണ്ടതുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ബിസിനസ് മാനേജ്മെന്റിന് ഉയരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ആളുകളുടെ തന്നെ, ഇപ്പോൾ നമുക്കറിയാം ആളുകളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു
എക്സാമിന് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കുറെ നാൾ കഴിയുമ്പോഴേക്കും ഒരു 10 വർഷം കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞ ആളുകൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള താല്പര്യം പോയി, ആ ഒരു ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു രീതിയിൽ ആ ഒരു മറ്റൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉൽപ്പാദനം നിർത്തിവെക്കുക അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്ഥാപനത്തിന്റെ ഗോൾ ഒബ്ജക്റ്റീവ് തന്നെ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ആ ഒരു മാനേജ്മെന്റിൽ തന്നെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ പറയും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആണ്, നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ഒന്നാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ മാനേജ്മെന്റ് ഈസ് ഡൈനാമിക് ആൻഡ് നോട്ട് സ്റ്റാറ്റിക്. മറ്റൊരു ഫീച്ചറാണ് മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്നൊക്കെ പറയാം. അദൃശ്യമാണ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒരു അദൃശ്യ ശക്തിയാണെന്നൊക്കെ നമുക്ക് പറയാം. മാനേജ്മെന്റിന്റെ സാന്നിധ്യം നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന മികവിലൂടെ നമ്മൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, നമ്മൾ പറയും ഇൻടാഞ്ചിബിൾ ആണ്, ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. പക്ഷെ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നന്നായിട്ടാണ് നടക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ട് അതിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ നല്ലൊരു മാനേജ്മെന്റ് ആണ് ഉള്ളത് അല്ലെ. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടക്കും ചിട്ടയുമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെയും സംതൃപ്തരായിട്ടുള്ള എംപ്ലോയീസ് തൊഴിലാളി സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് ആ ഒരു മാനേജ്മെന്റിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ പറയും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. പക്ഷെ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന മികവിലൂടെ നമ്മൾക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സോ മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് മാനേജ്മെന്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോസസ്സ്. ഒരു കോമ്പോസിറ്റ് പ്രോസസ്സാണ്. നമ്മൾക്കറിയാം മാനേജ്മെന്റിൽ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടല്ലോ, ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞിരുന്നു. പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്ടിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, ഇനിയും കുറച്ച് സ്റ്റെപ്സ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഈ കാര്യങ്ങൾ ഈ സ്റ്റെപ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതായത് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല. പ്ലാനിങ് മാത്രമായിട്ട് ചെയ്താലും മാനേജ്മെന്റ് ആവുന്നില്ല, ഓർഗനൈസിംഗ് മാത്രമായിട്ട് ചെയ്താലും മാനേജ്മെന്റ് ആവുന്നില്ല. ഒരു പ്രോപ്പർ സീക്വൻസിൽ ചെയ്യേണ്ട പല സ്റ്റെപ്പുകളുണ്ട്. ആ ഒരു രീതിയിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ സീക്വൻസിൽ പെർഫോം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും. അതിൽ ഓരോ സ്റ്റേജുകളും ഓരോ സ്റ്റെപ്പുകളും പരസ്പരം ഡിപ്പെൻഡന്റ് ആണെന്നത് കൂടി ഓർത്ത് വെക്കുക. അതുകൊണ്ട് നമ്മൾ പറയും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് പ്രോസസ്സാണ്. മാനേജ്മെന്റ് ഇസ് എ കോമ്പോസിറ്റ് പ്രോസസ്സ്. അതുപോലെ മാനേജ്മെന്റ് മൾട്ടി ഡിസിപ്ലിനറി ആണ്. അതായത് പല ഡിസിപ്ലിൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, എക്കോളജി, അതുപോലെയുള്ള ഒരുപാട് ഡിസിപ്ലിൻസിൽ നിന്നും എടുത്തിട്ടുള്ള പല ഐഡിയാസും കോൺസെപ്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റിൽ പല തിയറീസും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് നമുക്ക് പറയാം. സോ മാനേജ്മെന്റ് ഇന്റഗ്രേറ്റ്സ് ദ ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് ടേക്കൺ ഫ്രം ദ ഡിസിപ്ലിൻസ് സച്ച് ആസ് സൈക്കോളജി, സോഷ്യോളജി, എക്കണോമിക്സ്, എക്കോളജി, statistics, operation research, history, etc. and presents newer concept which can be put in practice for managing the organization. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കേട്ടോ. ഇനി മാനേജ്മെന്റിന്റെ കുറച്ച് നേച്ചർ ഉണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണോ, ഒരു സയൻസ് ആണോ, ഒരു പ്രൊഫഷൻ ആയിട്ടൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. താങ്ക് യു. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് ഈ ജാനുവരി 10 ആരംഭിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകൾ ഈ വരുന്ന ജാനുവരി 10 ആരംഭിക്കുന്നത്. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാവുക. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ PDF നോട്ട്സും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനോടൊപ്പം നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ബേസ് ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഓരോ മോക്ക് ടെസ്റ്റും അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ മെയിൻ എക്സാമിനോട് അടുത്തുള്ള ദിവസങ്ങളിലായിട്ട് മോഡൽ എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീ എന്ന് പറയുന്നത് 5509 rupees ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് മറക്കാതെ തന്നെ ജാനുവരി 29 മുൻപായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.